ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച ഹത്രാസ് UAPA കേസ് പ്രതി സിദ്ദിഖ് കാപ്പൻ അർബൻ മാവോയിസ്റ്റ് ഐക്യദാർഢ്യ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷകനായി പങ്കെടുത്ത സിദ്ദിഖ് കാപ്പൻ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ആക്ഷേപകരമായ പോസ്റ്റിട്ട അർബൻ മാവോയിസ്റ്റ് റിജാസിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടാണ് കൊച്ചിയിൽ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചത്. അനുമതിയില്ലാതെ നിയമവിരുദ്ധമായി സംഘടിപ്പിച്ചതിന് രണ്ട് സംഘാടകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് വിട്ടയച്ചു. ജാമ്യവ്യവസ്ഥകളുടെ ലംഘനം ചൂണ്ടിക്കാട്ടി BJP നേതാക്കൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ. ജിജീഷ്, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, സുപ്രീം കോടതി ജാമ്യം നൽകുമ്പോൾ പ്രധാനമായും കാപ്പന് നൽകിയിരിക്കുന്ന സിദ്ദിഖ് കാപ്പന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ജാമ്യവ്യവസ്ഥ എന്ന് പറയുന്നത് ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിലവിൽ കേസിലേക്ക് ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള യാതൊരു പ്രവർത്തനങ്ങളിലും ഇടപെടാൻ പാടില്ല. അത്തരത്തിലുള്ള സംഘടനകളുമായി, അതായത് ഭീകര സ്വഭാവമുള്ള സംഘടനകൾ, തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിൽ ഒന്നും തന്നെ പങ്കെടുക്കരുത്, ഇത്തരം കൃത്യങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ നിബന്ധനകളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. എന്നാൽ അതെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ് സിദ്ദിഖ് കാപ്പൻ ഇന്ന് അർബൻ മാവോയിസ്റ്റുകളുടെ കൂട്ടായ്മയിൽ പങ്കെടുത്തത്. റിജാസ് എന്ന അർബൻ മാവോയിസ്റ്റിനെ നിരുപാധികം വിട്ടയക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. അതും ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ മോശം പരാമർശം നടത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അത്തരം പരാമർശങ്ങൾ നടത്തുകയും രാജ്യവിരുദ്ധ നീക്കങ്ങളുടെ ചുവട് പിടിച്ച് നീങ്ങുകയും എല്ലാം ചെയ്തതിനായിരുന്നു അന്വേഷണ സംഘം മഹാരാഷ്ട്രയിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ATS ഈ കേസ് ഏറ്റെടുത്തു. അതിന്റെ ഭാഗമായി ATS കൊച്ചിയിൽ റിജാസിന്റെ വീട്ടിലടക്കം പരിശോധനകൾ നടത്തുകയും ഏറ്റവും നിർണായകമായ നിരവധി തെളിവുകൾ, അത് ഡീറ്റെയിൽ തെളിവുകൾ അടക്കമുള്ളവ ശേഖരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി വാദിക്കാനും അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി സംഘടിക്കാനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സിദ്ദിഖ് കാപ്പൻ എത്തിയത്. എന്നാൽ പോലീസ് യാതൊരു തരത്തിലും ഇത്തരം ഒരു പരിപാടി തടഞ്ഞില്ല. കാരണം അങ്ങനെ ഒരു പരിപാടി എറണാകുളം ഹൈക്കോടതി വഞ്ചി സ്ക്വയറിൽ സംഘടിപ്പിക്കുന്നതിന് പോലീസിന്റെ മുൻകൂർ അനുമതി പോലും വാങ്ങിയിരുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായി തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു. അവരത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ പരിപാടി നടക്കാനുള്ള എല്ലാ ഒത്താശയും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. സംഘാടകർ ആ പരിപാടി നടത്തുകയും അവിടെ സിദ്ദിഖ് കാപ്പൻ തന്നെ സംസാരിക്കുകയും മുഖ്യപ്രഭാഷകനായി സംസാരിക്കുകയും ചെയ്തു. ഇതിന് ശേഷമാണ് ഈ ഒരു സംഘാടന പരിപാടി നടക്കുന്നതിനിടയിലാണ് നോട്ടീസ്, ഇങ്ങനെ ഒരു പരിപാടിക്ക് അനുമതിയില്ല എന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകുന്നതും. അതിനുശേഷം ഇതിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ ചോദിച്ചപ്പോൾ രണ്ടുപേർ പേര് പറയാൻ തയ്യാറായില്ല. അങ്ങനെയുള്ള രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും അവർക്ക് പോലും സ്റ്റേഷൻ ജാമ്യം നൽകി പിന്നീട് വിട്ടയക്കുകയുമാണ് ചെയ്തത്. ഇത്തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾ നീക്കങ്ങൾ ശക്തമാക്കുകയും ഒപ്പം തന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് അർബൻ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം കൂടുതൽ സജീവമാവുകയും എല്ലാം തന്നെ ചെയ്യുന്ന അതേ ഘട്ടത്തിലാണ് സിദ്ദിഖ് കാപ്പനെ പോലുള്ള ആളുകൾ ഇതിന് നേതൃത്വം വഹിക്കാൻ എത്തുകയും അവരുടെ പരിപാടി കൃത്യമായി തന്നെ പോലീസിന്റെ അനുമതിയോടെ നടത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. തീർച്ചയായും UAPA കേസിൽപ്പെട്ട ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുള്ള സിദ്ദിഖ് കാപ്പൻ എല്ലാ നിയമവ്യവസ്ഥകളും ലംഘിച്ച് പരിപാടിയിൽ പങ്കെടുത്തിട്ടും പോലീസ് കാഴ്ചക്കാരായി നോക്കി നിന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ പങ്കുവച്ചത്.